അങ്ങനെ രാവിലത്തെ സെൽഫി പിടുത്തവും കാല് കഴുകുകയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗോതമ്പ് ദോശ കേട്ടോ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തോ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ റെഡിയായി വരാറുണ്ട്. അതൊരു വല്ലാത്ത സന്തോഷമാണ്. മുമ്പ് പറ്റില്ലായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ജീരക വെള്ളം, അതായത് മറ്റേ ജീരകയും ശർക്കരയും ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളമില്ലേ, അത് കുടിക്കാൻ വേണ്ടിയിട്ടൊരാഗ്രഹം. അങ്ങനെ അതുണ്ടാക്കി കുടിച്ചു വിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ജീരകം പൊട്ടിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശർക്കരയൊക്കെ ഇട്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് സദ്യയായിരുന്നു കേട്ടോ. പപ്പടവും പഴവും പായസമൊക്കെ കൂട്ടിയിട്ടുള്ള സദ്യ. ഇടയ്ക്കൊക്കെ മാത്രമല്ലേ നമുക്കിങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എനിക്കൊക്കെ. അതുകൊണ്ട് വല്ലാതെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പം ഊണിന് ശേഷം ദാണ്ടെ പായസം ഗ്ലാസ്സിലാട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പാത്രത്തിൽ വാങ്ങിച്ചു. പഴമൊക്കെ ഞെവിടി നന്നായിട്ട് വയർ പൊട്ടണ രീതിയിൽ തന്നെ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഇവിടെയൊക്കെ എല്ലായിടവും സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ദാണ്ടെ കേക്കും അതുപോലെ തന്നെ നമ്മുടെ ചക്ക ബിസ്ക്കറ്റുമായിട്ട് കഴിക്കാനുണ്ടായിരുന്നത്. ഞാൻ ഒരു കേക്കും ഒരു ബിസ്ക്കറ്റും നമ്മുടെ കട്ടനും കൂട്ടിയിട്ടാട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നും ഞാൻ കട്ടപ്പൻ ചേട്ടനെ കാണിക്കണോണ്ട് ഇന്ന് കാണിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. രാത്രി ആയപ്പോഴത്തേക്ക് അപ്പുറത്തെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അവർ കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു, ക്രീം കേക്ക്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ രാത്രിത്തേക്ക് നമുക്കിന്ന് മുട്ട പൊരിച്ചതും ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ടുള്ള ചോറായിരുന്നു കേട്ടോ. ഈ മുട്ട പൊരിച്ചതും ചമ്മന്തിയൊക്കെ ഒരു നൊക്ലാച്ചിയാണല്ലോ നമുക്ക്. പിന്നെ നാളെ പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. മുമ്പ് സ്കൂളിൽ എന്നും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഒരു തോരനും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ രാത്രി ഭക്ഷണം. അങ്ങനെ രാത്രിയായി കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് ഇരുട്ട് വേണോ, കാരണം ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കഴിച്ചു, ഇനി ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തേ, അതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫുഡിങ്. ടാറ്റാ.